FCRA ആശങ്കകൾക്കിടെ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവുമായി ക്രൈസ്തവ സഭാ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഫാദർ യൂജിൻ പെരേര പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് കോഫി വിത്ത് കിരൺ റിജിജു എന്ന പരിപാടിയിലായിരുന്നു കൂടിക്കാഴ്ച. ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര അടക്കമുള്ള സഭാ പ്രതിനിധികൾ ഈ ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇപ്പോൾ യൂജിൻ പെരേരയുടെ പ്രതികരണമായി വന്നത് ഈ സഭാ സെഷനിൽ ഏതായാലും FCRA ഭേദഗതി പരിഗണിക്കില്ല, തുടർ കൂടിക്കാഴ്ച നടത്തുമെന്നതാണ് ഉറപ്പ് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റിനു, ദിവസങ്ങളായി സഭാ അധ്യക്ഷന്മാർ ഉയർത്തിയ ആശങ്ക, അതിനെ സമാധാനിപ്പിക്കാനുള്ള BJP നേതാക്കളുടെ ശ്രമമൊക്കെ പാഴാകുന്നു, അല്ലെങ്കിൽ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തുടർ പ്രതികരണങ്ങളും വന്നതാണ്. ഏറ്റവും ഒടുവിൽ കോഫി വിത്ത് കിരൺ റിജിജു ഒരു അനുനയം അല്ലെങ്കിൽ ഒരു ആശ്വാസമായി മാറുന്നുണ്ടോ സഭാ നേതൃത്വത്തിന്? അങ്ങനെ വേണം കരുതാൻ ഗോകുൽ. കാരണം 7:30 കൂടിയാണ് വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തിയത്. കോഫി വിത്ത് കിരൺ റിജിജു എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഈ ഒരു സഭാ കാലയളവിൽ ഇത്തരത്തിൽ ഒരു ബില്ല് ചർച്ചയ്ക്ക് ഉണ്ടാകില്ല, അല്ലെങ്കിൽ നിയമം കൊണ്ടുവരില്ല എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ ആശങ്കകൾക്ക് അല്പം ഒരു ആശ്വാസം എന്ന് വേണം നമുക്ക് കരുതാൻ. നമുക്കറിയാം, ദുഃഖവെള്ളി ദിനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ സൂചിപ്പിച്ചാണ് ഇന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഈ ദുഃഖവെള്ളി ദിനത്തിൽ പള്ളികളിലൊക്കെ തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രസംഗം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും FCRA നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഈ സഭാ കാലയളവിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 28 പേരാണ് ഈ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നായി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. അത് അല്പം ഒരു ആശ്വാസം നൽകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഗോകുൽ. തീർച്ചയായും സഭാ നേതൃത്വത്തിനൊപ്പം BJP നേതൃത്വത്തിനും ആശ്വാസമാണ്. സഭാ പ്രതിനിധികൾ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടിറങ്ങുകയാണ് FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സഭാ അധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ സഭാ പ്രതിനിധികളുടെ ആശങ്ക പരിഗണിക്കാൻ. ഇപ്പോൾ ഏതായാലും ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ സെഷനിൽ അത് പരിഗണിക്കില്ല, FCRA നിയമ ഭേദഗതി പരിഗണിക്കില്ല. ഇനി തുടർ ചർച്ചകൾക്ക് ശേഷം മാത്രമേ നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകൂ എന്നതാണ് നിലവിൽ കിരൺ റിജിജു നൽകുന്ന ഉറപ്പ് സഭാ പ്രതിനിധികൾക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.